നമസ്കാരം. ലോക്സഭയിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഇപ്പം നിയമസഭയിലേക്കും തുടർച്ചയായി UDFനെ വിജയിപ്പിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും UDFൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ തിരഞ്ഞെടുപ്പിലെ നിങ്ങളുടെ വിധിയിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശം പൂർണ്ണമായും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ചെറിയ ഭൂരിപക്ഷം മികവാർന്ന പ്രകടനത്തിനുള്ള ചാലക ശക്തിയായി മാറുമെന്ന് വിശ്വസിക്കുന്നു. നിതാന്ത ജാഗ്രതയോടെയും ഉത്തരവാദിത്വത്തോടെയും കാര്യക്ഷമതയോടെയും UDF പ്രവർത്തിക്കണമെന്നാണ് നിങ്ങളുടെ തീരുമാനമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. വികസനവും കരുതലുമുള്ള തികച്ചും സുതാര്യമായ അഴിമതിരഹിതമായ നിയമവ്യവസ്ഥ ഉയർത്തിപ്പിടിക്കുന്ന ഒരു നല്ല ഭരണമാണ് UDFൻ്റെ ലക്ഷ്യം. ആദ്യന്തം നിങ്ങളോടൊത്ത് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാരായിരിക്കും ഇതെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. തുടർച്ചയായ 3 ജനവിധികളിൽ തെളിഞ്ഞു നിൽക്കുന്ന മാറ്റത്തിനു വേണ്ടിയുള്ള ശക്തമായ വികാരം ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. കഠിനാധ്വാനത്തിലൂടെ നിങ്ങളുടെ അഭിലാഷങ്ങൾ സഫലമാക്കാം എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 24 മണിക്കൂറും സദാ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന സർക്കാരായിരിക്കും ഇതെന്ന് ഞാൻ വ്യക്തമാക്കുന്നു. സാമൂഹ്യനീതിയാണ് കേരളത്തിൻ്റെ അടിത്തറ. എല്ലാവരെയും സമഭാവനയോടെ കാണുന്ന നീതിബോധമാണ് UDFനെ നയിക്കുന്നത്. അതിനൊരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിക്കും. പാവപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ, വികസന പ്രവർത്തനങ്ങളിൽ ശുഷ്കാന്തിയോടുകൂടി ഏർപ്പെടുന്ന സർക്കാർ, അഴിമതിരഹിത സർക്കാർ, അതിവേഗം പ്രവർത്തിക്കുന്ന കരുതൽ ഉറപ്പാക്കുന്ന സർക്കാർ, ഇവയായിരിക്കും ഈ സർക്കാരിൻ്റെ മുഖമുദ്രകൾ. നിങ്ങളുടെ സഹായ സഹകരണത്തോടെ ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം നേടി 6.5 ദശാബ്ദം കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും വീട്, വെള്ളം, വെളിച്ചം എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും എത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുന്നിൽ ഇനിയും ഒളിച്ചു കഴിച്ചിട്ട് കാര്യമില്ല. പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കുമുള്ള ക്ഷേമ പ്രവർത്തനങ്ങളുമായി ശക്തിയായി മുമ്പോട്ട് പോകും. തകർച്ചയിലൂടെ കടന്നു പോകുന്ന കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഭാവനാപൂർണമായ നടപടികൾ ഉണ്ടാകും. നാട്ടിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ പിന്നോക്കം നിൽക്കുന്നവരും മുമ്പോട്ട് കയറി വരണം. അവരോട് നീതികേട് കാട്ടിക്കൊണ്ട് ഒരു സമൂഹത്തിനും മുമ്പോട്ട് കുതിക്കാനാവില്ല. ക്ഷേമപ്രവർത്തനങ്ങളിൽ ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ വികസന പ്രവർത്തനങ്ങളും ഉണ്ടാകണം. പുതിയ നിക്ഷേപങ്ങളിലൂടെ കൂടുതൽ തൊഴിലും സമൂഹത്തിനും സർക്കാരിനും കൂടുതൽ സമ്പത്തും ഉണ്ടാകും. അതിൻ്റെ നീതിപൂർവമായ വിതരണത്തിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDF ലക്ഷ്യമിടുന്നത്. വികസന രംഗത്ത് നമുക്ക് നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രമേ ഉള്ളൂ. കേരളത്തെക്കാൾ ഏറെ പിന്നിലായിരുന്ന അയൽ സംസ്ഥാനങ്ങൾ അതിവേഗം നമുക്ക് മുന്നിൽ ഓടിക്കയറി. ലോകം സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ യുവാക്കൾക്ക് ഓടിപ്പോകാൻ ഇടമില്ല. കേരളത്തെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയെടുക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം. കേരളത്തെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകുന്ന വൻകിട പദ്ധതികൾ വികസന രംഗത്ത് സമയബന്ധിതമായി പൂർത്തിയാക്കണം. സർക്കാർ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഞാൻ തികച്ചും ബോധവാനാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സമവായം ഉണ്ടാകണം. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള സമീപനമായിരിക്കും സർക്കാർ സ്വീകരിക്കുന്നത്. സമൂഹത്തിൽ വളർന്നു വരുന്ന അഴിമതി തന്നെയാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്. ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പോലും തകർക്കുന്ന ഈ നീരാളിക്കെതിരെ സർക്കാർ അതീവ ജാഗ്രത പാലിക്കും. ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട സേവനങ്ങൾ വെച്ച് താമസിപ്പിച്ചും അട്ടിമറിച്ചുമാണ് അഴിമതി താഴെത്തട്ടിലെത്തുന്നത്. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെയും സർക്കാരിൻ്റെ ശക്തമായ നടപടികളുടെയും ഇതിന് പരിഹാരമുണ്ടാകും. അഴിമതി ആരോപണം ഉണ്ടായാൽ വിശ്വസനീയമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിൽ നിന്നും കൊണ്ടുവരാൻ നിർദാക്ഷിണ്യമായ നടപടികൾ സ്വീകരിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നതാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നിയമവാഴ്ചയാണ് ജനങ്ങൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സംരക്ഷണം. അതിന് നേരിട്ട വെല്ലുവിളികളാണ് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒട്ടേറെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചത്. പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശത്തെ UDF മാനിക്കും. പക്ഷേ അത് മറ്റുള്ളവരുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും
തകർത്തുകൊണ്ടാകരുത്. നീതി നടപ്പാക്കുമ്പോൾ ദുർബല വിഭാഗങ്ങൾക്ക് പ്രത്യേക പരിഗണനയുണ്ടാകും. വിലക്കയറ്റമാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഇന്ന് നേരിടുന്ന വെല്ലുവിളി. എല്ലാവരുടെയും കുടുംബ ബഡ്ജറ്റ് തകിടം മറിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ. വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കാനുള്ള സുപ്രധാനമായ ദൗത്യം ഏറ്റെടുക്കും. യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകും. വിലക്കയറ്റത്തിൻ്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചുള്ള സമീപനം ഈ സർക്കാർ സ്വീകരിക്കുകയില്ല. സാധാരണക്കാരെ ഏറ്റവും അലട്ടുന്ന പ്രശ്നം വർദ്ധിച്ചു വരുന്ന ചികിത്സാ ചെലവ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ചികിത്സാ സൗകര്യങ്ങൾ കേരളത്തിൽ ഇന്ന് ലഭ്യമാണ്. പക്ഷേ അത് സാധാരണക്കാരന് താങ്ങാവുന്നതല്ല. പണക്കാർക്ക് മാത്രമുള്ള ഈ സൗകര്യം എല്ലാവർക്കും ലഭ്യമാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ ലക്ഷ്യമാണ്. അതിനാവശ്യമായ സമഗ്രമായ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും സന്നദ്ധ സേവന സംഘടനകളുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് ഇതപ്രദമായി IT പാർക്ക് തുറന്ന് ആരംഭശൂരത്വം കാട്ടിയ കേരളം ഇന്ന് IT രംഗത്ത് വളരെ പുറകിലാണ്. അയൽ സംസ്ഥാനങ്ങൾ കേരളത്തേക്കാൾ 25 ഇരട്ടിയിലധികം വളർച്ച നേടിയപ്പോൾ പ്രതിവർഷം പൂർണ്ണ പിന്തുണ നൽകിയ സ്മാർട്ട് സിറ്റി പദ്ധതി പോലും നടപ്പാക്കാൻ കേരളത്തിന് സാധിച്ചില്ല. ടൂറിസം IT മേഖലകളിലെ അനന്ത സാധ്യതകൾ പൂർണ്ണമായും വിനിയോഗിക്കാനുള്ള സാഹചര്യം സർക്കാർ ഒരുക്കുന്നതാണ്. വികസനം ഒരു വിധത്തിലും പരിസ്ഥിതിയുടെ ചെലവിലാകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. പരിസ്ഥിതിയും വികസനവും ശാസ്ത്രീയമായി കൈകോർക്കുന്ന സന്തുലിതമായ സമീപനമായിരിക്കും സ്വീകരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ വലിയ പോരായ്മ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരമായിരുന്നു. പ്രതിപക്ഷത്തിരുന്നവർ വിളിച്ചു പറയാവുന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. എതിർക്കേണ്ടാത്തതിനെല്ലാം അവർ എതിർത്തു. ഭരണത്തിലേറിയപ്പോൾ അവയെല്ലാം മറന്നു. UDF പ്രതിപക്ഷത്തിരുന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ജനങ്ങളെ വെല്ലുവിളിച്ച് നടത്തിയ എല്ലാ അനധികൃത ഇടപാടുകളും നിയമലംഘനങ്ങളും നിയമനങ്ങളും പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ അതിൽ പ്രതികാര നടപടി ഉണ്ടാവില്ല. ഒരാൾ പോലും വേട്ടയാടുകയില്ല. സർക്കാരിനെ നിലനിർത്താൻ വേണ്ടി മാത്രം ഒത്തുതീർപ്പുകളോ വിട്ടുവീഴ്ചകളോ ഉണ്ടാകില്ല. ഉറച്ച തീരുമാനങ്ങളും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകും. സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങൾ എടുത്തിരിക്കും, അത് നടപ്പാക്കിയിരിക്കും. നമ്മളെല്ലാവരും ചേർന്ന് പൊതുവായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ രൂപപ്പെടുമെന്നും അത് വികസനത്തിൻ്റെയും കരുതലിൻ്റെയും പാതയിലൂടെ കേരളത്തിനെ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിർത്തട്ടെ. നമസ്കാരം.